പൂനെയിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ നമസ്കരിച്ച സ്ഥലം ചാണകത്താൽ ശുദ്ധീകരിച്ചു ഒരു BJP MP. പൂനെയിലെ ഷെനിവാഡ ഫോർട്ടിൽ ഒരു കൂട്ടം വിശ്വാസികൾ നമസ്കരിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് BJP രാജ്യസഭാ MP മേധാ കുൽക്കർണിയുടെ നേതൃത്വത്തിലുള്ള ശുദ്ധീകരണം. തത്സമയ നേരത്തെയുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം. നിസ്കരിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. നിസ്കരിച്ചു പോയതിനു ശേഷം ചാണകത്താൽ ശുദ്ധീകരിച്ചു. ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ പേര് അത് കളങ്കപ്പെടുത്തിയതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളാണ് BJP-ക്കാര്. ഒരു BJP MP ആണ് വന്നിട്ട് ഇപ്പൊ ഈ ഒരു വൃത്തികേട് കാണിച്ചതുള്ളതാണ്. പശുവിന്റെ അപ്പി അവിടെ നിലത്തിട്ട് അങ്ങ് ഒരതി എന്നുള്ളതാണ്. വൃത്തിയുള്ള സ്ഥലത്തായിരിക്കുമല്ലോ എല്ലാവരും നിസ്കരിക്കുക മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക. അത്ര വൃത്തിയുള്ള ഒരു സ്ഥലം പശുവിന്റെ അപ്പി കൊടുന്ന് ഒഴിച്ചങ്ങ് പരത്തി വൃത്തികേടാക്കിയിട്ട് അവിടെ ജയ് ശ്രീറാം വിളിക്കുന്നുണ്ട്, ഗോമാത അത് ഒരു സ്വന്തം ആളാണ് അത് വിളിക്കുന്നുണ്ട്, അതുകൂടാതെ തന്നെ ഭാരത് മാതാക്കി വിളിക്കുന്നുണ്ട്. ഈ ഭാരത് മാതാക്കി എന്ന വാക്ക് അത് ആദ്യമായിട്ട് ഉച്ചരിക്കുന്ന ഒരു മുസ്ലിം ആയിട്ടുള്ള മനുഷ്യനാണ്. ആ ഒരു കാര്യമൊക്കെ ഇവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താകുമോ എന്നുള്ളത്. അതൊന്നും കൂടാതെ ഭാരത് മാത എന്ന് വിളിച്ചത് ഒരു ഉമ്മയെയാണ് ആദ്യമായിട്ട് എന്നുള്ളതാണ്. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല, കാരണം ലോകവിവരമില്ല, വിദ്യാഭ്യാസമില്ല. ഇനി നമ്മളെന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാൻ പോയാൽ തന്നെ തിരിച്ചിങ്ങോട്ട് വേറെ എന്തെങ്കിലും വിളിച്ചിട്ട് നമ്മളെ തലേ കയറുക എന്നല്ലത് വലിയ കാര്യമൊന്നുമില്ല. ചാണകം സേവനം, അതേപോലെ തന്നെ ഗോമൂത്ര കുടി, ഇതന്നെ. അവരവിടെ നിസ്കരിച്ചത് കൊണ്ട് അവിടെ ഒരു പവിത്രതയും നഷ്ടപ്പെടാനില്ല. അവിടെ ഒരു ദൈവികമായിട്ട് എന്തെങ്കിലും പവിത്രത വരിക എന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്. വിവരമില്ലായ്മ BJP-ക്കാരുടെ നെഞ്ചിനകത്താണ് എന്നുള്ളതാണ്. ഇപ്പൊ ചാണകം ഒഴിച്ചതിനൊക്കെ ന്യായീകരിക്കാൻ ഒരു കൂട്ടം ആളുകളുണ്ട് എന്നുള്ളതാണ്. കുറച്ചെങ്കിലും ബുദ്ധി തലക്കകത്തുണ്ടോ? അങ്ങനെ കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെന്ന് ഇവരങ്ങനെ ചെയ്യും അല്ലേ? ഒരു വിവരമില്ല, ഒന്നും ചിന്തിക്കാനുള്ള കഴിവില്ല എന്നുള്ളതാണ്. വികസനത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ അവരവര് പോക്കറ്റിലിട്ടിട്ട് നാക്കി തിന്നപ്പോ അവിടെയുള്ള പാവപ്പെട്ട ആളുകൾ ഇപ്പൊ തെരുവിൽ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അവിടെ സ്ട്രീറ്റ് ഒക്കെ വൃത്തിയാക്കുകയാണ്, അതാണെന്നൊക്കെ പറഞ്ഞിട്ട് കോടികളാണ് ഒഴുക്കി വിട്ടത്. അതൊക്കെ അവരുടെ പോക്കറ്റിലേക്ക് എത്തിച്ചിട്ട് ഇപ്പൊ BJP-ക്കെതിരെ ശക്തമായി അവർ രംഗത്ത് വരുന്നുണ്ട്. എന്നാലും ഇലക്ഷനിലൊന്നും ഇവരെ തോൽപ്പിക്കാൻ കഴിയില്ല. അവരവിടെ പണം എറിഞ്ഞിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അത് പിടിച്ചെടുക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ഇവർക്കെല്ലാവർക്കും ആദ്യം വിദ്യാഭ്യാസം കൊടുത്താൽ തന്നെ കുറെയൊക്കെ രക്ഷപ്പെടും എന്നുള്ളത്. പക്ഷെ അതുപോലും അവർ നിഷേധിക്കുന്നു. നമ്മൾ അവരുടെ സ്കൂളിലത്തെ അവസ്ഥ കണ്ടിട്ടില്ലേ? FUTURE ഫ്യൂച്ചർ എന്ന് പറയുന്നതിന് പോലെ ഫുട്ടൂരെ എന്ന് പഠിപ്പിക്കുന്ന ടീച്ചർമാരുള്ള നാടാണ്. എന്തായാലും ഈ കലാപരിപാടി നമുക്കൊന്ന് കാണാൻ കേട്ടോ. ചാണകം ചാണകത്താൽ ശുദ്ധീകരിച്ചു. ചാണകം ചാണകമാണ്. ഓക്കെ, മനുഷ്യനിരുന്ന് പ്രാർത്ഥിച്ച സ്ഥലം പശുവിന്റെ അപ്പി ഉപയോഗിച്ച് കഴുകുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. നമ്മളിതിനെ ചാണകം ഉപയോഗിച്ച് ശുദ്ധീകരിച്ചു എന്നൊക്കെ പറയും. അപ്പോൾ ഇത് ആ MP-യുടെ പേര് രാജ്യസഭ MP ആണ്, മേധാ കുൽക്കർണിയാണ് ഇപ്പോൾ ഈ പണി ചെയ്തത്. എന്റെ പൊന്നു കുൽക്കർണി, കുറച്ച് വിവരം വെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. വിവരമില്ലായ്മ അങ്ങനെ അലങ്കാരമായിട്ട് BJP-ക്കാരെ നിങ്ങൾ കൊണ്ടു നടക്കല്ലേ. ഇതിന് ന്യായീകരിക്കാൻ ആളുകളുണ്ട് കേട്ടോ. നമ്മളെ കേരളത്തിൽ തന്നെ ന്യായീകരിക്കാൻ ആളുകളുണ്ട്. ചാണകം നിന്റെ വീട്ടിന്റെ മുറ്റത്തും തേച്ചിരുന്നതല്ലേ, അത് അടിപൊളിയല്ലേ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാവും. നമ്മുടെ നാട്ടിൽ അങ്ങനെ ചെയ്തിരുന്നു, ഇല്ല ഞാൻ പറയുന്നില്ല. പക്ഷെ മുസ്ലിങ്ങൾ നിസ്കരിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ പോയിട്ട് ചാണകം തെളിക്കുന്ന പരിപാടിയൊന്നും ഞങ്ങൾ ആരും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഹിന്ദുക്കളാണേ. ഞങ്ങൾ ഇതുവരെ അങ്ങനെ ഒരു പോഴത്തരം ചെയ്ത് കൂട്ടിയിട്ടില്ലെങ്കിൽ ചെയ്യൂല. കാരണം വകതിരിവ് എന്നൊരു സാധനം നമ്മുടെ ഉള്ളിലുണ്ട്, അതുകൊണ്ടാണ് എന്നുള്ളതാണ്. അല്ലോട് ഒരു കാര്യം ചോദിക്കട്ടെ, അവരവിടെ നിസ്കരിച്ചു, ഓക്കെ ശരി, അതിന് ഈ ശ്രീരാമൻ എന്താണ് ഇതിൽ ബന്ധം മനസ്സിലാവുന്നില്ല. അതേപോലെ ഭാരത് മാതാവിന് എന്താ ബന്ധം, ഗോമാതാവിന് ഇതിലെന്താ ബന്ധം മനസ്സിലാവുന്നില്ല. എന്ത് പോഴത്തരം ചെയ്യുമ്പോഴും ശ്രീരാമനോട് വിളിച്ചാൽ മതി. 92 ബാബരി മസ്ജിദ് തകർക്കുന്ന സമയത്തും ഇതേ വിളി തന്നെയായിരുന്നു. ശ്രീരാമൻ ഒന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല. അവിടെ ചെന്ന് അങ്ങ് പൊളിച്ച് അടക്കിയിട്ട് അതിന് മുകളിൽ BJP-യുടെ കൊടിയും നാട്ടിട്ട് പോകുന്നു. അതേപോലെ എത്ര ദർഗകളാണ് ഇവർ നശിപ്പിച്ചിട്ടുള്ളത്, എത്ര പള്ളികളാണ് ഇവർ നശിപ്പിച്ചിട്ടുള്ളത്, എത്ര പാവപ്പെട്ട മുസ്ലിങ്ങളെ ഇവർ തല്ലിക്കൊന്നിട്ടുള്ളത്. അവിടെ എല്ലാ ഇടങ്ങളിലും ഇവർ വിളിക്കുന്ന പേരാണ് ശ്രീരാമന്, ജയ് ശ്രീറാം എന്നുള്ളത്. സത്യം പറയട്ടെ, ജയ് ശ്രീറാം എന്ന വിളി കേൾക്കുമ്പോൾ സംഘികൾ പോലും തലയിൽ കൈവച്ച് തിരിഞ്ഞ് ഓടുകയാണ്. അടി എവിടുന്ന വരുന്നെന്ന് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അമ്മാതിരി ഊളത്തരങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ ജയ് ശ്രീറാം വിളി കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ഒന്ന് ഭയപ്പെടും. കാരണം നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ അതൊക്കെയാണെന്നുള്ളതാണ്. ഇതിനിടയിൽ ഒരു വീഡിയോ ഞാൻ കണ്ടു. ഈ ഒരു വാർത്ത കഴിഞ്ഞ് അടിയിൽ വരുന്ന ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1000 വർഷം പഴക്കമുള്ള ഒരു ദർഗ ഈ RSSകാരെ അടിച്ചു പൊളിച്ചതാ.
നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ബാബരി മസ്ജിദ് തകർത്ത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, പിന്നെ ഒന്ന് രണ്ട് പള്ളികൾ വരെ തകർത്ത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ഒരുപാട് ദർഗകൾ വരെ തകർത്തിട്ടുണ്ട്. ഈ വാർത്ത നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കിയേ. ഇത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇത് നമ്മളാരും അറിയുന്നു പോലുമില്ല. ഗവൺമെന്റിന്റെ സുരക്ഷാ പട്ടികയിലുള്ള 1000 വർഷം പഴക്കമുള്ള ഒരു ദർഗ ഈ BJP-ക്കാര്, RSS-കാര് പോയി തല്ലി തകർത്തിട്ടുണ്ട്. നിങ്ങൾ വല്ലവരും അറിഞ്ഞിരുന്നോ? ഇവിടുത്തെ ചാനലുകളിൽ ചർച്ച ചെയ്തിരുന്നു? ഇല്ല. ഇവിടെ ചാനലിൽ ഇപ്പൊ പലപ്പോഴും ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊന്നും ഇത്ര ഗൗരവമുള്ളതല്ല എന്നുള്ള കാര്യമാണ്. എല്ലാ വർഷവും ഡിസംബർ 6 ആവണ സമയത്ത് ബാബരി മസ്ജിദ് തകർത്ത ദിവസമാണ് എന്നുള്ള ഒരു കാര്യം മാത്രം പറയുക എന്നല്ലാതെ അത് കഴിഞ്ഞ് ഇവർ ഒരുപാട് സ്ഥലങ്ങൾ തകർത്തില്ലാണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ദേശീയ മാധ്യമങ്ങളിൽ പോലും വരാത്ത പല കാര്യങ്ങളും നമ്മൾ കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അറിയുന്നത് എന്നുള്ളതാണ്. കുറച്ച് ആളുകൾ നിസ്കരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സ്ഥലത്ത് ചാണകം ഒഴിച്ച് തളിച്ച് പരത്തി അതിൽ ഡാൻസും കളിച്ചിട്ട് ജയ് ശ്രീറാം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തേങ്ങാക്കൊലയാണ് കിട്ടാൻ പോകുന്നത്? ഒരു തേങ്ങാക്കൊലയും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവര് 100 വർഷം കഴിഞ്ഞിട്ടോ. RSS 100 വാർഷികം കഴിഞ്ഞു. അവര് ഇന്ത്യ എന്ന മഹാരാജ്യം 100 വർഷം തികയുമ്പോഴേക്കും ഹിന്ദു രാജ്യമാക്കുമെന്ന് പറഞ്ഞ വ്യക്തികളാണ്. ഇനി അങ്ങോട്ട് ഭയപ്പെടേണ്ട ദിവസങ്ങളാണ് എന്നാണ് അതിനർത്ഥം. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഊട്ടിയുറപ്പിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, നിരന്തരമായി ഇത്തരം വാർത്തകൾ നമ്മൾ കേൾക്കുന്നു, നമുക്ക് ഭയപ്പാടുണ്ടാവുന്നു എന്നുള്ളതാണ്. നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ എന്തായാലും ഭയപ്പെടണം. ഈ കേരളത്തിലായതുകൊണ്ട് നമുക്ക് വലിയ പേടിയൊന്നുമില്ല. എന്നാൽ പൂർണ്ണമായും പേടിക്കാതിരിക്കേണ്ട ഒരവസ്ഥയല്ല എന്ന കാര്യവും മനസ്സിലാക്കിയാൽ കൊള്ളാം. എന്തുകൊണ്ടാണ് RSS-നെതിരെ ആളുകൾ ഇത്ര ശബ്ദം ഉയർത്തുന്നത് അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാവരെയും മനുഷ്യന്മാരായിട്ട് കാണുക, എല്ലാ മതങ്ങളും ഒന്നാണെന്ന് മനസ്സിലാക്കുക. ഇന്ത്യ എന്ന മഹാരാജ്യം എല്ലാ മതങ്ങളെയും, എല്ലാ ജാതി, എല്ലാവരെയും ഒന്നിപ്പിച്ച് കാണുന്ന മറ്റൊരു രാജ്യം ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത് തകർക്കുന്നത് ഇവരെ പോലെയുള്ള കുറച്ച് ആളുകളാണ്. എന്തിനാണ് ഈ പൊറോട്ട് നാടകം എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. ഇനിയെങ്കിലും സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ജീവിക്കാൻ നിങ്ങൾ ഞങ്ങളെ സമ്മതിക്കുമോ എന്നേ ചോദിക്കാനുള്ളൂ. നിങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അവസ്ഥ മനസ്സിലാക്കുന്നുണ്ടല്ലോ. അവിടെ എങ്ങനെയാണ് അവർക്ക് ആ ഒരു സമാധാനം നഷ്ടപ്പെട്ടത് എന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ കാവി ചരടും കെട്ടി നിന്റെ കയ്യിൽ ബീഫ് ഉണ്ടോ എന്നാണ് ആദ്യ ചോദ്യം. ഉണ്ട് എന്നാണെങ്കിലും ഇല്ല എന്നാണെങ്കിലും അടിയും പിടിയുമാണ് എന്നുള്ളതാണ് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ ക്രൈസ്തവന്റെ നെഞ്ചത്തോട്ടും അവര് കൈ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയതാണ്. പാസ്റ്റർമാരെയൊക്കെ റോട്ടിൽ നിർത്തിയിട്ട് മുഖം അടിച്ചു തിരിക്കുകയും പള്ളിയുടെ മിനാരങ്ങളിൽ വലിഞ്ഞു കയറി കുരിശ് തകർത്തതിന് മുകളിൽ അവരുടെ കൊടി നാട്ടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്നുള്ളതാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ പേര് അത് പൂർണ്ണമായും കളങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മതസൗഹാർദ്ദമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ അത് ഇല്ല എന്ന് പറയേണ്ടി വരും. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നോർത്തും സൗത്തും അത് എത്രയോ ഡിഫറെന്റ് ആണ് എന്നുള്ളതാണ്. എന്നാൽ സൗത്തിൽ നോക്കുകയാണെങ്കിൽ പോലും കർണാടകയും അതേപോലെ തന്നെ തമിഴ്നാടും വലിയ അന്തരമുണ്ട്. അതിനേക്കാൾ എത്രയോ അന്തരമാണ് കേരളം എന്ന മഹാസംസ്ഥാനം എന്ന് പറയേണ്ടി വരും. നമ്മുടെ നാട്ടിലാണ് ഒരുപക്ഷെ അവരുടെ കൊടി അധികം ഒന്നും പൊന്തി നിൽക്കാത്തത്. അങ്ങനെ നമ്മൾ പൊക്കിവിട്ട ആളുകളൊക്കെ ഏകദേശം നമ്മുടെ നെഞ്ചത്ത് തന്നെയാണ് താണ്ഡവമാടുന്നത്. എനിക്ക് ഇനിയും സിനിമയിൽ അഭിനയിക്കണം, എന്റെ സാമ്പത്തിക സ്രോതസ് അവസാനിക്കുന്നു എന്ന് പറയുന്ന ഒരു MP നമുക്കുണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും ഒരു പൊറോട്ട് നാടകം, എന്റെ പ്രജകൾ എന്ന് വിളിച്ചുകൊണ്ട് നമ്മളെ എല്ലാവരും അടിമകളാണ് എന്ന് പറയുന്ന ഒരവസ്ഥ. പണ്ട് രാജാക്കന്മാര് ഇവിടെയുള്ള ജനങ്ങളെ കണ്ടിരുന്നത് അടിമകളായിട്ട് തന്നെയാണ്. അവരെയാണ് പ്രജകൾ എന്ന് വിളിച്ചിരുന്നത്. അത് അദ്ദേഹം വലിയ ന്യായീകരണവുമായിട്ട് പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടില് ഒരിക്കലും ഈ വർഗീയ ശക്തികൾ ഉണ്ടാവാതിരിക്കാൻ നമ്മളെല്ലാവരും ശക്തമായിട്ട് തന്നെ പ്രയത്നിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മളെല്ലാവരും സഹോദരി സഹോദരന്മാരാണ് എന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞ ഒരു സമയമുണ്ട് കലാലയ ജീവിതത്തിൽ. അത് ഇപ്പോഴും നിങ്ങൾ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത് എങ്കിൽ തീർച്ചയായിട്ടും അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തുക തന്നെ വേണം. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സജീവ സൈനിക